മലയാള സിനിമയുടെ മാർക്കറ്റ് വർഷങ്ങൾ മുന്നോട്ട് പോകുന്തോറും വളർന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങളെ ആകർഷിക്കുന്ന പുതുമയുള്ള ഉള്ളടക്കമാണെങ്കിൽ വിജയിപ്പിക്കാൻ താരങ്ങളുടെ സാന്നിധ്യം ആവശ്യമില്ലെന്ന് മലയാളി പ്രേക്ഷകരുടെ നിലപാട് ഇന്ന് മറുഭാഷ ഇൻഡസ്ട്രിയിലും ചർച്ചാ വിഷയമാണ്. താരപരിവേഷമൊന്നുമില്ലാത്ത നിന്ന് വന്ന ഒരു ചിത്രമാണ് മോളിവുഡിൽ നിലവിൽ ഏറ്റവും വലിയ ചർച്ച. ബിപിൻ ദാസിന്റെ രചനയിൽ സവിൻസ സംവിധാനം ചെയ്ത ഈ മാസം 2-ന് തിയേറ്ററിലെത്തിയ വാഴ 2 ആണ് ഈ ചിത്രം. 17 ദിവസം കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 200 കോടി ക്ലബിൽ ഇടം പിടിച്ച ചിത്രം പല റെക്കോർഡ് ബുക്കിലും ഇടം പിടിച്ചിരുന്നു. ചിത്രം ഇൻഡസ്ട്രി ഹിറ്റ് ആവുമോ എന്നാണ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നത്. പുതുതലമുറ പ്രധാനമായും ടാർഗറ്റ് ഓഡിയൻസായ ചിത്രം കുടുംബ പ്രേക്ഷകരും ചോയ്സാണ് ഇപ്പോൾ. വേനലവധിക്കാലം ഇനിയും 1.5 മാസത്തോളം ഉള്ളതിനാൽ ചിത്രത്തിന്റെ ഫൈനൽ ഗ്രോസ് ഇപ്പോൾ പ്രവചിക്കാനാവില്ല. ഇൻഡസ്ട്രി ഹിറ്റ് ആയാലും അത്ഭുതപ്പെടാനില്ല. അത്തരത്തിൽ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റടിച്ചാൽ വർഷങ്ങളായി തകർക്കപ്പെടാതിരുന്ന 2 റെക്കോർഡുകൾ തകരും. ഒരു പുതുമുഖ നായക ചിത്രം ഇതിനു മുമ്പ് ഇൻഡസ്ട്രി ഹിറ്റടിച്ചത് കുഞ്ചാക്കോ ബോബൻ നായകനായി അരങ്ങേറ്റമുള്ള അനിയത്തി പ്രാവായിരുന്നു. ഫാസിൽ സംവിധാനം ചെയ്ത 1997 പുറത്തിറങ്ങിയതായിരുന്നു ഇത്. വാഴ ആദ്യ ഭാഗത്തിൽ അഭിനയിച്ചതിനാൽ ഹാഷിറിനെ പൂർണ്ണമായും പുതുമുഖമെന്ന് വിളിക്കാനാവില്ലെങ്കിലും ഒരു പുതിയ ആളിന്റെ ആദ്യ നായക വേഷമാണ് ചിത്രം. വാഴ 2 മലയാളത്തിലെ ഏറ്റവും വലിയ കളക്ഷനിലേക്ക് കുതിച്ചാൽ അസാധാരണ നേട്ടമായിരിക്കും അത്. മലയാളത്തിൽ തകർക്കപ്പെടാത്ത മറ്റൊരു റെക്കോർഡ് നവാഗത സംവിധായകന്റെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന റെക്കോർഡാണ്. തന്റെ അരങ്ങേറ്റ ചിത്രമായ രാജമാണിക്യത്തിലൂടെ അൻവർ റഷീദ് നേടിയെടുത്തതാണ് ഇത്. വാഴ 2 മലയാളത്തിലേക്ക് ഏറ്റവും വലിയ കളക്ഷനിലേക്ക് കുതിച്ചാൽ സബിൻസി അൻവർ റഷീദിനൊപ്പം ഈ ശേഷം ഈ റെക്കോർഡിന്റെ ഉടമയാകും. വിഷു റിലീസുകളുമായി മറ്റ് ചിത്രങ്ങൾ എത്തിയപ്പോൾ കളക്ഷനിൽ ചെറിയ ഇടിവ് സംഭവിച്ചെങ്കിലും പ്രേക്ഷകരുടെ തിയേറ്റർ നമ്പർ 1 ചോയ്സ് ഇപ്പോഴും വാഴ 2 തന്നെയാണ്.